ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിംപ്ലി ലൈഫ് ടെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓശാന ഞായറാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട് വരെ പോവുകയാണ്. അപ്പോൾ ഓശാന ഞായർ ഇത് നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ പള്ളിയിൽ പതിവിലും കൂടുതൽ ആൾക്കാരൊക്കെ ഓശാന ഞായർ ആയതുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാലായി എത്തി. പാലായി കയറി കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ മുന്തിരി വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടെ മുന്തിരി മേടിക്കാൻ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറേ വ്യാപാരികളുണ്ട് കേട്ടോ. തമിഴ്നാട്ടുകാർ, ബംഗാളികൾ, അങ്ങനെ കുറേ ആൾക്കാർ ഞായറാഴ്ച ഇവിടെ വന്ന് ഓരോരോ സംഭവങ്ങൾ വിൽക്കും. പലഹാരങ്ങളും മുന്തിരിയൊക്കെ മേടിച്ച് ഞങ്ങളിതേ ബസ്സിൽ കയറിയിട്ടോ. ബസ്സിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ, അരമണിക്കൂർ ദൂരമുണ്ട്. പിന്നെ അവിടെ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി പിന്നെ ഒരു ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയ്ക്ക് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ അപ്പിലിട്ട് വെച്ചേക്കാം. ആ പഴം കൊത്തിപ്പറത്ത് തന്നെ ചേച്ചിയുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു മൾബറി മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൾബറിയിൽ നിന്ന് ഞാൻ കുറേ മൾബറിക്ക പറിച്ചു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. മൾബറിക്കയൊക്കെ പറിച്ചു. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സാധനമാണ് കേട്ടോ നമ്മുടെ രുദ്രാക്ഷക്കായ. അത് ഞാൻ ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് രുദ്രാക്ഷക്കായ ആയിട്ട് വരുന്നത്. പിന്നെ ചേച്ചി അടുക്കളയിൽ കപ്പയൊക്കെ വേവിക്കലും പരിപാടിയൊക്കെയാണ് കേട്ടോ. പിള്ളേർ ഇതുവഴി കളിച്ചോണ്ടൊക്കെ നടക്കുന്ന. അവൾ തുമ്പിയുടെ പെൻസിലൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. തുമ്പി അപ്പോൾ ഒരു മാങ്ങയൊക്കെ തിന്നുകൊണ്ട് അതുവഴി വരുന്നുണ്ട്. അത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചേട്ടായി വന്നു കേട്ടോ. ചേട്ടായിയൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം മോദി വരുന്നതിൻ്റെയൊക്കെ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ചേട്ടായി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളിത് ഇവിടെ കണിക്കൊന്ന ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൊന്നാ ഇവിടെ വാ. പിന്നെ ആത്തയ്ക്കുണ്ട്, ആത്തയ്ക്കമരം ഉണ്ട്. പിന്നെ അവൾ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് കയറി വരുന്നതാണ് കേട്ടോ. അത് അപ്പോൾ അവൾ അതിലൂടെ കയറി വന്നെന്നൊക്കെ എന്നോട് ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി കാണിച്ച് പറയുന്നുണ്ട്. തുമ്പി സൈക്കിളേ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പോൾ ചേട്ടായിയൊക്കെ അകത്തിരുന്ന് TV കാണുന്നുണ്ട്. അമ്മയപ്പോൾ എന്തോ പറഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ചേച്ചി അടുക്കളയിലാണ്. ചേച്ചി അടുക്കളയിൽ കപ്പ വേവിക്കുവാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ട നേരമായി. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ചെന്നാണ് കേട്ടോ. ചേച്ചി കപ്പയും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് വീടും പരിസരമൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പരിസരമൊക്കെ ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കരുതടി എന്നൊക്കെ എന്നോട് ഒന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ പിള്ളേർ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ ആനിവേഴ്സറിക്ക് കളിച്ച ഡാൻസാണ് കേട്ടോ. അത് തുമ്പീനെ അവളിങ്ങനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുന്നൊക്കെ പറഞ്ഞ് അവൾ കളിപ്പിക്കുന്നതാണ് കേട്ടോ അത്. അപ്പം എന്നായാലും തുമ്പിയാണെങ്കിലും അവൾ കാണിക്കുന്നത് നോക്കി പരമാവധി സ്റ്റെപ്പുകളൊക്കെ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ കാണിക്കുന്ന പോലെ തന്നെയൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒരുമിച്ച് സ്കൂളിൽ പോകാനും ഒരുമിച്ച് ഇവരെ കൊണ്ട് കളിപ്പിക്കാനെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. തുമ്പി നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. അപ്പം ഇവൾ കളിച്ച ഡാൻസ് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്നാലും അവൾ പരമാവധി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പാവം തോന്നിയിട്ട്. കാരണം ഇവർ രണ്ടുപേരും 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. തുമ്പി ഇവളും തമ്മിൽ. തുമ്പിയാണ് 1 മാസത്തെ മൂത്തത്, ഇവൾ 1 മാസത്തെ ഇളയതും. അപ്പോൾ എന്നാലും തുമ്പി ഭയങ്കര കെയറിങ്ങിലാട്ടോ കൊച്ചിനെ കൊണ്ട് നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവളെ ഭയങ്കര കെയറിങ് ആയിരുന്നു തുമ്പി. ദേവൂട്ടി എന്നും പറഞ്ഞുകൊണ്ട്. അവളെ തിരിച്ചും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അവരവരുടേതായ ലോകത്തായിരുന്നു. അപ്പോൾ പിള്ളേരുടെ പാട്ടും ഡാൻസും ഒക്കെ ഞങ്ങൾ പാട്ട് പാടിയില്ല കേട്ടോ. പിള്ളേരുടെ ഡാൻസൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടു. നമുക്ക് കുഞ്ഞു പിള്ളേരുടെ കളികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ കളിക്കുന്നത് അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അവരുടെ ഡാൻസൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു.
അപ്പോൾ ചേച്ചി ഒരു കവറൊക്കെ ആയിട്ട് വരുന്ന ചേട്ടായിക്ക് കൊടുക്കുന്നത് കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചേച്ചീനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് എൻ്റെ പോലെ ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിതേ പാലായി വന്നപ്പോൾ ചെറിയ മഴമൂടലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ആ സമയത്ത് ഇറങ്ങിയത് നന്നായി. അതുപോലെ മഴമൂടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മ അതേ കടലം മേടിക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേനും നല്ല സൂപ്പർ മഴ പെയ്തു കേട്ടോ പാലായിൽ. ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. ഞങ്ങളൊരു മണിക്കൂർ നേരത്തെ എത്തിയിട്ടോന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓശാന ഞായർ ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നാൾ കൂടിപ്പോയതാണ് കേട്ടോ. ഞാനൊരു 10 വർഷം കൂടിയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി, ചേച്ചിക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിടത്തില്ലായിരുന്നു കേട്ടോ. ഒരു ദിവസം നിൽക്കാനൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ടാറ്റാ.